ജപ്പാനിൽ 3 കാര്യങ്ങൾ അർത്ഥവത്താണ്. ഒന്നാമതായി, ജപ്പാനിൽ ഒരു യാദൃശ്ചിക ശാസ്ത്രജ്ഞൻ നിങ്ങളുടെ മനസ്സിനെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു ഉപകരണം സൃഷ്ടിച്ചു. ഇതിനെ ഓഷ്യൻ ബാറ്ററി ചാർജർ എന്ന് വിളിക്കുന്നു. റിമോട്ടുകളിലും ചെറിയ ഗാഡ്ജറ്റുകളിലും നമ്മൾ ഉപയോഗിക്കുന്ന അതേ ബാറ്ററികൾ ഇതിന് റീചാർജ് ചെയ്യാൻ കഴിയും. നിങ്ങളുടെ ബാറ്ററികൾ തീർന്നുപോകുമ്പോൾ നിങ്ങൾ അവയെ ഈ ഉപകരണത്തിലേക്ക് തിരുകുക, ഒരു ബട്ടൺ അമർത്തുക, അത് സെല്ലുകളെ വീണ്ടും ജീവസുറ്റതാക്കുകയും അവ പൂർണ്ണമായും ഉപയോഗയോഗ്യമാക്കുകയും ചെയ്യുന്നു. രണ്ടാമതായി, ജപ്പാനിൽ കടുത്ത ചൂടിൽ നിന്ന് സ്വയം സംരക്ഷിക്കാൻ ആളുകൾ ഒരു കൂൾ ജെൽ ഫോം ഉപയോഗിക്കുന്നു. ഈ ക്യാനിനുള്ളിൽ തൽക്ഷണ തണുപ്പ് നൽകുന്ന ഒരു പ്രത്യേക ജെൽ ഉണ്ട്. ക്യാൻ അമർത്തിയാൽ നിമിഷങ്ങൾക്കുള്ളിൽ ഏത് പ്രതലത്തെയും തണുപ്പിക്കുന്ന ഒരു മൃദുവായ തണുത്ത നുര പുറത്തുവരും. മൃദുവായ നുര വികസിക്കുകയും വളരെക്കാലം തണുപ്പായിരിക്കുകയും ചെയ്യുന്നതിനാൽ പെട്ടെന്നുള്ള ചൂട് ഒഴിവാക്കാനും സൂര്യതാപം ശമിപ്പിക്കാനും ആളുകൾ ഇത് ഉപയോഗിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെയാണ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, അമ്മയെയാണ് ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. രണ്ടുപേരെയും ഒരുപോലെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ഹാർട്ട് കമന്റ് ചെയ്യുക. മൂന്നാമതായി, ജപ്പാനിൽ സ്വയം അടയ്ക്കുന്ന ലിഡ് ജാമുകൾ നിങ്ങൾ കണ്ടെത്തും. കുത്ത് ഡിസൈൻ വളരെ മികച്ചതാണ്. അത് അടയ്ക്കാൻ നിങ്ങൾ ലിഡ് വളച്ചൊടിക്കേണ്ടതില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള അളവ് ജാം പുറത്തെടുത്ത് ലിഡ് മുകളിൽ വെക്കുക. അത് തൽക്ഷണം സ്വയം സീൽ ചെയ്യും. ഈ സ്വയം സീലിംഗ് ലിഡ് ജാമിനെ വായു, പൊടി, അണുക്കൾ എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുന്നു. അതുവഴി അത് കൂടുതൽ നേരം ഫ്രഷ് ആയി നിലനിൽക്കുമെന്ന് ഉറപ്പാക്കുന്നു.